അത്യാഗ്രഹം എന്നതാണ്. അത്യാഗ്രഹം എന്നത് നമുക്ക് എന്തിനോടെങ്കിലുള്ള അമിതമായ ആസക്തിയാണ്. മനുഷ്യന് ധനത്തോടുള്ള ആസക്തിയും അത്യാഗ്രഹം തന്നെയാണ്. ഈ ലോകത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ മൂഢന്മാരായി ജീവിക്കാനല്ല, ദൈവത്തിൻ്റെ കാര്യവിചാരകന്മാരായിട്ട് ജീവിക്കാനാണ്. നമ്മുടെ ഈ ലോകത്തിലെ ഈ ധനത്തിൻ്റെ എല്ലാ അവകാശി ദൈവമാണ്. നാം അതിലെ കാര്യവിചാരകന്മാർ മാത്രമാണ്. അത്യാഗ്രഹം നമ്മെ എത്തിക്കുന്ന 3 ചിന്തകൾ നോക്കാം. ഒന്നാമതായി, അത്യാഗ്രഹം നമ്മെ അധപ്പതനത്തിൽ എത്തിക്കുന്നു. എലീശ പ്രവാചകന്റെ ബാല്യക്കാരനായ ഗേഹസി ഈ അത്യാഗ്രഹത്തിന്റെ ഒരു പ്രതീകമാണ്. എലീശ പ്രവാചകൻ വേണ്ടെന്ന് വയ്ക്കുന്ന കാര്യം ഗേഹസി അത് ചെയ്യുന്നു. അങ്ങനെ നായമാന്റെ കുഷ്ഠരോഗം ഗേഹസിയിലേക്ക് വരുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള അധപ്പതനം അത്യാഗ്രഹം മൂലം ഉണ്ടാവാറുണ്ട്. രണ്ടാമതായി, അത്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നു. 1 തീമോഥെയോസ് 6:10 പറയുന്നു, അത്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ആഗ്രഹിക്കുന്ന ആഹാബ് നാബോത്തിനെ ചതിച്ചു കൊല്ലുന്നു. കള്ളസാക്ഷ്യം പറയിച്ചാണ് നാബോത്തിനെ കൊല്ലുന്നത്. പണത്തിന് വേണ്ടി നാം ഈ ലോകത്തിൽ എന്തും ചെയ്യാൻ മടിക്കുന്നില്ല. ധനം നമ്മെ ഈ ലോകത്തിൽ ജീവിക്കാൻ സഹായിക്കുകയും അതുപോലെ നശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. മൂന്നാമതായി, അത്യാഗ്രഹം ആത്മീയ ജീവിതത്തെ തകർച്ചയിലെത്തിക്കുന്നു. മനുഷ്യൻ ഇന്ന് സമ്പത്തിന്റെ പിന്നാലെ പോകുന്നത് കാരണം ആത്മീയ ജീവിതത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും അകന്നകന്നു പോകുന്നു. പുസ്തകത്തിൽ പറയുന്നു, നമ്മുടെ നിക്ഷേപം എവിടെയോ അവിടെ നമ്മുടെ ഹൃദയവുമുണ്ട്. ധനമോഹം ദൈവിക ചിന്തയിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്നു. ധനം വളരെ ഉണ്ടായിട്ടും സമാധാനമില്ലാതെ ജീവിക്കുന്ന ധാരാളം പേർ നമ്മുടെ ഇടയിലുണ്ട്. നാം ഭൂമിയിൽ ഒന്നും കൊണ്ടുവരുന്നില്ല, അതുപോലെ തിരിച്ച് കൊണ്ടുപോകുന്നതുമില്ല എന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കണം. അന്നേക്ക് ആവശ്യമുള്ള ആഹാരം ദൈവം നമുക്ക് തരും എന്ന വിശ്വാസത്തോടെ ഈ നോമ്പ് കാലഘട്ടം ആയിരിക്കാം. അതിനായി ദൈവം നമ്മെ വളരെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.